ഹായ് ഗായ്സ്, അപ്പോൾ ഒത്തിരി നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ദാണ്ടേ നമ്മുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞു, ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനും സ്റ്റാർട്ടായി. ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ എക്സാം ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു എക്സാം ഡേ എനിക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷേ അന്ന് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇട്ടാൻ നിന്നില്ല, വീഡിയോ എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇന്നാണ് ഇടാനായിട്ട് സമയം കിട്ടി. അപ്പോൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ ഇതൊരു ബുധനാഴ്ച ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. ബുധനാഴ്ച എനിക്ക് തോന്നുന്നു ബേസിക് സയൻസ് എക്സാം ആയിരുന്നു. എനിക്ക് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ആയിരുന്നു, ഈ 3 സബ്ജക്റ്റ് ആയിരുന്നു. ബേസിക് സയൻസിൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ദാണ്ടേ ഒരു ബുധനാഴ്ച ഞാനങ്ങനെ രാവിലെ ഒരു 4:30-5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എന്നിട്ട് സൈലൻറ്റ് ക്ലാസ് കാണുമായിരുന്നു. പഴയ ഓരോ ചാപ്റ്ററിൻ്റെ സൈലൻറ്റ് ക്ലാസ്സൊക്കെ കണ്ടു. അതിനപ്പോഴത്തേക്ക് 6 മണിക്കൊരു മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കായിരുന്നു എക്സാം, ബേസിക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ദാണ്ടേ തലയൊക്കെ ചീവി, യൂണിഫോമൊക്കെ ഇട്ടു, തലയൊക്കെ ചീവി. പോണിട്ടല്ല കേട്ടോ ഞാൻ കിട്ടിയത്, ബിക്കോസ് നമ്മൾ ഡയറക്റ്റ്ലി സ്കൂളിലേക്ക് പോകണില്ലല്ലോ രാവിലെ തന്നെ. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കടയിലേക്കോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട്, മെഡിക്കലിൻ്റെ അടുത്താണല്ലോ ട്യൂഷൻ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് രാവിലെ ട്യൂഷൻ ക്ലാസ് ഉണ്ട്, നമ്മുടെ എക്സാമിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ പിന്നീട് സ്കൂളിലേക്ക് പോകുള്ളൂ ഉച്ചയ്ക്ക് ആയതുകൊണ്ട്. അങ്ങനെ ദാണ്ടേ ഞാൻ തലയൊക്കെ ഇങ്ങനെ കെട്ടി, ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ മാത്രം സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് സൈഡ് മാത്രം ഇങ്ങനെ കെട്ടിക്കൊടുത്തു. പക്ഷേ സ്കൂളിൽ പിരിച്ചു കെട്ടലൊന്നും അലൗഡ് അല്ല. അപ്പോൾ ജസ്റ്റ് എൻ്റെ മുടി ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കെട്ടി അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ദാണ്ടേ അങ്ങനെ ഞാൻ പോകാനുള്ള അമ്മ, അച്ഛൻ, അനിയൻ ഷെറിനും പപ്പയൊക്കെ ഒരുക്കങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള വൈകുന്നേരം ഇടാനുള്ള ഡ്രസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച് എല്ലാം സെറ്റായിരുന്നു. പിന്നെ മമ്മി ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു, ദോശ, ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ ദോശയും ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ പതിയെ ഇരുന്ന് കഴിച്ചു. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം, കാരണം ബേസിക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞിട്ട് ഇത്തിരി മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ ഒടുക്കത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാർക്ക് നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ. 8th പിന്നെ ഓൾ പ്രൊമോഷനൊന്നുമില്ല, ആനുവൽ എക്സാമിന് മാർക്കില്ലെങ്കിൽ അവർ തോറ്റ് കിടക്കും. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് ടൈം ഉണ്ടായിരുന്നു അവർ ഒരുങ്ങി വരാനായിട്ട്. ആ സമയത്തിന് ഞാൻ ടെക്സ്റ്റൊക്കെ എടുത്ത് പിന്നെയും എല്ലാ പേജും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചൊക്കെ ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്തൊന്ന് മൈൻഡിൽ വെച്ചു. സത്യം പറഞ്ഞാൽ ഓവർ ആക്ഷനാണെന്ന് ഓർക്കരുത്, സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് വായിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ എൻ മൈ ലൈഫ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് ഒഴിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചെയ്താണ്. അങ്ങനെ എനിക്ക് നല്ല ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, സിറപ്പും കുടിച്ചു, ഗുളികയും കഴിച്ചു. നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എക്സാം ഹോളിൽ ഇരുന്ന് നമ്മൾ ചുമയ്ക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂടൂത്തിൻ്റെ നമ്മുടെ ഒരു ഹെഡ്സെറ്റാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ ഇത്. സ്കൈ ഡാർക്കാണെന്ന് തോന്നുന്നു, സ്കൈ ഡാർക്കിൻ്റെ ഒരു ഡാർട്ടിൻ്റെ ഒരു അടിപൊളി ബ്ലൂടൂത്തിൻ്റെ ഒരു ഹെഡ്സെറ്റായിരുന്നു. മാറിപ്പോകുന്നുണ്ട് എനിക്ക്. അടിപൊളി ഹെഡ്സെറ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മമ്മിയുടെ ഫോൺ വാങ്ങിച്ചപ്പോൾ മമ്മി പുതിയ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇടക്ക്. അപ്പോൾ ആ ഫോണിൻ്റെ കൂടെ കിട്ടിയിരുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടി. നല്ല ക്വാളിറ്റി ഉള്ളതാണ് സ്കൈ ഡാർട്ടിൻ്റെ. അപ്പോൾ അതും വെച്ച് ഇങ്ങനെ കേട്ടോണ്ട് ഞാൻ വണ്ടിയിൽ കാറിൽ കയറി, കാർ അച്ഛനെടുത്തു. കാറിൽ കയറി ഞങ്ങൾ നേരെ കടയിലെത്തി. പോണ വഴിക്കൊക്കെ ഞാൻ ഇങ്ങനെ സൈലൻറ്റ് ക്ലാസ് കണ്ടുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ കടയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ട്യൂഷനും പോകണം. 9:30 ആയപ്പോൾ ട്യൂഷൻ സ്റ്റാർട്ടാവും. അപ്പോഴത്തേക്കും നണ്ടേ യൂണിഫോമിൽ തന്നെ ഞാൻ നേരെ അങ്ങ് ട്യൂഷന് പോയി. പിന്നെ വന്നിട്ട് പിന്നെ ഒരുക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ദാണ്ടേ നമ്മൾ പിന്നെയും വന്നു. പിന്നെ തലയൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ സ്കൂളിലേക്ക് പോകണമല്ലോ. അപ്പോൾ 11:30 ആയപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നു. 11:30 വന്നു. 12:30 ആകുമ്പോൾ എക്സാം സ്റ്റാർട്ടാവും. അപ്പോൾ അതിന് മുമ്പ് റെഡി ആയിട്ട് ഞാൻ ബസ് കയറി വേണം പോകാൻ. ട്രാവലറിന് പോകണില്ല, ബിക്കോസ് എക്സാം ടൈമിൽ ഇപ്പോൾ ട്യൂഷൻ പച്ചാളത്തായതുകൊണ്ട് ട്രാവലർ പോകണൊരു നമുക്കൊരു റിസ്ക്കാണ് ഇത്തിരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബസ്സിന് പോകാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ദാണ്ടേ തലയൊക്കെ കിട്ടി. ഇതിനകത്ത് കുറച്ച് കൗവളിത്തരങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഒരു സ്നാപ്പ് എടുക്കുന്ന ഒരാളാണ്, സ്ഥിരം സ്നാപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് സ്നാപ്പ് കട്ട്സൊക്കെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കടയിൽ വെച്ച് തന്നെയായിരുന്നു തലയൊക്കെ പിന്നിക്കെട്ടി ഒക്കെ സെറ്റായിരുന്നു. ഒരു രക്ഷയില്ല, നല്ല ടെൻഷൻ. ഇപ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് ടെൻഷൻ കാണുന്നുണ്ട്. എന്നാലും ഞാൻ ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ച് നമ്മൾ എക്സാം ഹോളിൽ കയറിയാൽ പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നല്ല ഒരു ലോലിപ്പപ്പും അവിടെ നിന്ന് കടയിൽ നിന്ന് അടിച്ച് മാറ്റി ഇങ്ങനെ ലോലിപ്പപ്പും ചപ്പി പിന്നെ സ്നാപ്പ് എടുക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഓരോ സ്നാപ്പ്. നല്ല പൊട്ട ഫിൽറ്ററാണ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മമ്മീനെ ഇങ്ങനെ സ്നാപ്പ് എടുത്ത് ഇറിറ്റേറ്റ് ചെയ്യുക, അതൊരു രസമല്ലേ. മമ്മി അവിടെ ഇരുന്നുകൊണ്ട് ഓർഡറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് മമ്മീനെ ഇങ്ങനെ സ്നാപ്പ് എടുത്ത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കലാപരിപാടീസ്.
അങ്ങനെ ഫൈനലി ഞാൻ മമ്മിക്ക് ടാറ്റ ബൈ പറഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെയായിട്ടോ ബസ്സിന് പോയത്. അങ്ങനെ പോയിട്ട് ഞാൻ വൈകുന്നേരം ഒരു 2:30 എക്സാം തീർന്നു. ഒരു 3:15 ആയപ്പോഴേക്കും ഞാൻ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഊളൊക്കെ കൊലുത്തി ഞാൻ വന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കടയിൽ തന്നെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും ചോറും കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ട്യൂഷൻ ഉണ്ടല്ലോ, നാളെ മാത്സ് എക്സാം ആയതുകൊണ്ട് ട്യൂഷന് പോകണം. ട്യൂഷന് പോകാനായിട്ട് തുണി മമ്മിയുടെ എടുത്തുകൊണ്ട് കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറി പിന്നെ തൻ്റെ മേക്കപ്പ് പരിപാടി തുടങ്ങി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാനൊരു 6th വരെ ഞാൻ മേക്കപ്പ് തൊടൂല. അതായത് മേക്കപ്പ് എന്നല്ല, ഒരു പൗഡർ പോലും ഞാൻ ഇടാത്ത ഒരാളാണ്. എനിക്കതൊക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മമ്മി ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടാലും ഞാൻ പറയും എന്താണ്, നാച്ചുറൽ വേണം. അപ്പം ഞാൻ എപ്പോഴും പറയും നാച്ചുറൽ ബ്യൂട്ടി കണ്ടില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഒരു 7th ആയപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ, ഭയങ്കര എന്താ പറയുക, ഈ മേക്കപ്പിനോട് ഭയങ്കര ഒരു കൊതിയും ഒരു മോഹവും. പിന്നെ ഞാൻ കടയിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോകണമെങ്കിൽ മേക്കപ്പ് ഇടാണ്ട് ഞാൻ പോകില്ല. ലിപ്സ്റ്റിക്ക് മെയിനാണ് നമ്മുടെ. എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ, മമ്മി എപ്പോഴും പറയണ ഒരു സംഭവമാണ് ഇതിനെപ്പറ്റി. ഒരു അത്ഭുതമായിരുന്നു അതൊക്കെ. ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കണം. നാണവുമില്ല മാനവുമില്ല നിനക്ക്. ഞാൻ എന്തോരം പണി ചെയ്തിട്ട് ഒന്നാമത് പനിയാ, തളർന്നു കുത്തി. എനിക്ക് പിന്നെ പനിയേ ഇല്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നോക്ക്, എന്തോരം പണിയുണ്ട് ഇനിയും ചെയ്യും. ഇപ്പൊ എല്ലാം ചെയ്ത് തീർത്തിട്ട് അയ്യോന്ന് ഇങ്ങനെ വന്നിരിക്കുക. ഇനി വേണം ബാക്കി ചെയ്യാൻ. ശരിയോട്ടെ. അങ്ങനെ പിന്നെയും മമ്മീനെ ഇങ്ങനെ വെറുപ്പിച്ചിരുന്നു. 4:30 ട്യൂഷൻ. അപ്പോൾ മമ്മിക്ക് ഒട്ടും സത്യം പറഞ്ഞാൽ വയ്യ. മമ്മിക്ക് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. എന്നെക്കാട്ടിലും പനിയും ശരീരം വേനയും കാര്യങ്ങളൊക്കെ മമ്മിക്ക് ഉണ്ടായിരുന്നു. എന്നാലും മമ്മി കട മാനേജ് ചെയ്തേ പറ്റൂ. അങ്ങനെ മമ്മി അങ്ങനെ ഇരുന്നു. പിന്നെ എന്നെ ട്യൂഷന് കൊണ്ടാക്കാൻ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി എന്താ പറയുക, എന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് പോയി. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞൊരു 7 ആയപ്പോഴത്തേക്കും പിന്നെയും മമ്മി ഒന്ന് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ പിന്നെയും നമ്മൾ എന്താ പറയുക, കടയിലേക്ക് എത്തി. കട വന്നപ്പോഴത്തേക്കും കാണാൻ കാഴ്ചയായിരുന്നു. അവിടെ ഷെറിനിരുന്ന് സൈലൻറ്റ് ക്ലാസ് കാണുകയായിരുന്നു കേട്ടോ. കുറച്ച് ബ്രൈറ്റ്നെസ്സിൻ്റെ കുറവുണ്ട്, ആരും ഒന്നും വിചാരിക്കരുത്. ഇവിടെ ട്യൂഷൻ ഒരു 5 മിനിറ്റ് ഇരുന്നുള്ളൂ. ട്യൂഷൻ കഴിഞ്ഞത് 8 മണി, 8 മണിയല്ല 7:15 ആ സമയത്തിനാണ്. സാധാരണ വലിയ എക്സാമുകളാണെങ്കിൽ 8 മണിക്ക് ആവാറുണ്ട്. പക്ഷെ ഇന്ന് നേരത്തെ ട്യൂഷൻ തീർന്ന് എക്സാം ആയതുകൊണ്ടാട്ടോ ഇത്ര സമയം. അല്ലെങ്കിൽ ഞാൻ 6:30 ആകുമ്പോഴത്തേക്ക് എത്തും. മാത്സ് ആണ് നാളെ എക്സാം. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഞാൻ ജയിക്കും ഗൈസ്, സത്യമായിട്ട് ഞാൻ ജയിക്കും. നോക്കിക്കോ, ഞാൻ എക്സാമിൽ ജയിക്കും. ഞാൻ സീരിയസ് ആയിട്ട് മാർക്ക് ചെയ്തല്ല, ഞാൻ ജയിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കും. ഇനി ഞാൻ ഈ ക്യാമറയിൽ എടുക്കുന്നതെന്ന് നോക്കുന്നുണ്ടാവും. ഷെറിന് അവിടെ ഇരുന്ന് ക്ലാസ് കാണുകയാണ്. അവൻ എൻ്റെ വീഡിയോ വളർത്താൻ നോക്കുന്നത്. അവനപ്പോൾ ക്ലാസ് കാണുകയാണ്. അപ്പോൾ അവൻ്റെ ഫോണിലാണ് ഞാൻ സ്ഥിരം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ഫോൺ ഇല്ല. എൻ്റെ ഫോണിലാണെങ്കിൽ അല്ലാത്ത ക്യാമറ പ്രകാശ് പോകും. പിന്നെ അവൻ്റെ പട്ടിയുടെ ഇതാണെങ്കിൽ എൻ്റെ ശബ്ദത്തോട് സെറ്റ് ആവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നാളെ എക്സാം ഞാൻ ജയിച്ചിട്ടുണ്ട് ഗൈസ്, സത്യമായിട്ട് ഞാൻ ചെയ്യും. സീരിയസ് ആയിട്ട് ഞാൻ ജയിച്ചേ പറ്റൂ. വെറുതെ എല്ലാ എക്സാമിൽ ജയിച്ചില്ലെങ്കിൽ സ്കൂളിൽ തന്നെ കെട്ടോട്ടടിക്കും. സോ നമ്മൾ പഠിച്ച് നല്ല കുട്ടികളായിട്ട് ജയിക്കുക, നന്നായിട്ട് പഠിച്ച് ജയിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം. എന്നുവെച്ചാൽ 3 മണിക്കാർക്ക് പോയതല്ലേ, 4 മണിക്ക് പോയതല്ലേ. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഞാൻ വീട്ട് അടുത്ത 7 മണിയിലത്തെ ക്ലാസ്. 7 മണിയിലത്തെ ലൈവ് കാണാൻ പറ്റില്ല, ട്യൂഷൻ ക്ലാസ്സിലായിരുന്നല്ലോ. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഒരു 8 മണി ആവട്ടെ. 7:46 ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഇന്നത്തെ മാത്സിൻ്റെ ലൈവും കൂടി കണ്ട സൈലൻറ്റ് ക്ലാസ് കാണാം. നമുക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്നാ പോയിട്ട് ചായ ഇരിക്കട്ടെ. ഈ സ്നാപ്പ് അടിപൊളിയല്ലേ, വായിത്തരം എന്തൊക്കെയാണ് നമുക്ക് സ്നാപ്പ്. എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ നല്ല വെറുപ്പിക്കലാണെന്നറിയാം. എനിക്ക് പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കളിയാക്കുന്നവരോട് ഞാൻ കളിയാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഭയങ്കര ഒരു ഇതാണ്. ഞാൻ ഇങ്ങനെ സ്നാപ്പ് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ സമൂസയൊക്കെ കഴിച്ചു. പിന്നെ ഷെറിൻ്റെ ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പട്ടിയുടെ സ്നാപ്പിലൊക്കെ എടുക്കേണ്ട അവസ്ഥ. പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തൻ്റെ പച്ചാളം മുഴുവൻ നിറച്ച് ബ്ലോക്ക്. ലൈഫിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് നമ്മുടെ പച്ചാളത്ത് കണ്ടിട്ടില്ല. പിന്നെ അവിടെ എന്താ റെയിൽവേയുടെ സംതിങ് പണിയും കാര്യങ്ങളൊക്കെ നടക്കണതാണ്, അതുകൊണ്ടിട്ടാണ് ഇത്രയും ബ്ലോക്ക് വരാൻ കാരണം. അങ്ങനെ താണ്ടേ പിന്നെയും മാത്സിൻ്റെ ക്ലാസ്, സൈലൻറ്റ് ക്ലാസ് ഞാൻ ലൈവ് കാണാൻ പറ്റാത്തതുകൊണ്ട് 8 മണിക്കാണ് ലൈവല്ല ഞാൻ കണ്ട് തീർത്തത്. ക്ലാസ്സൊക്കെ കണ്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം മുഴുവനും ട്യൂഷന് പോകുക, വരിക, പഠിക്കുക, സ്കൂളിൽ പോവുക, പിന്നെ ക്ലാസ് കാണുക, അങ്ങനെയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ കുളിച്ചു. ഒരു 10-11 ആയിട്ടുണ്ടായിരുന്നു. ഷെറിനാണെങ്കിൽ കിടന്നുറങ്ങി, അവനും കുളിച്ചിട്ട് കിടന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് കിടക്കണം. എനിക്കൊരു റൂമുണ്ട്, ഞാൻ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുൾ റൂമിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റൂം ഫുള്ള് ഞാൻ ഫ്രണ്ട്സായിട്ടുള്ള ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണം. അപ്പോൾ ഫുൾ വീഡിയോ എന്തായാലും വരും. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു കേട്ടോ.